എവിടെടാ ജാക്കി? ചോദിച്ചു കേട്ടില്ലടാ, ജാക്കി വേലായുധൻ എവിടെയാണ്? അടി കിടപ്പുണ്ട് സാറേ. അടിയിലോ? വൃത്തികേട് പറയുന്നതാ. അല്ല സാറേ, ആശാന്റെ അവിടെ. എന്നാ വിളിക്കടാ ആശാനെ. എന്താ വാടാ കിടന്ന് കൂവുന്നത്? കൂശാന കൂശാനെന്ന് പറഞ്ഞു. അടി കിടന്ന് പണിയുന്നതിന്റെ വേദന എനിക്ക് അറിയത്തുള്ളൂ, അത് നിന്ന് പണിയുന്ന അറിയത്തില്ല കേട്ടോ. ആശാനെ, പോലീസ്. ആ വണ്ടി കൊണ്ട് പോളിഷ് ചെയ്യടാ. അതല്ല ആശാനെ, പോലീസ്. പോലീസോ? അതെന്തിനാ? ഞാനതിന് വണ്ടി കൊണ്ടൊന്നും ടൗണിൽ പോയില്ലല്ലോ. ഒരാഴ്ചത്തേക്കുള്ള സാധനം ഞാൻ ബീവറേജിൽ നിന്ന് മേടിച്ച് ഇവിടുന്ന് അടിക്കുകയും ചെയ്തു. ആശാനെ, ആശാനെ എന്നെ പെറ്റി വരാൻ ഒരു സാധ്യതയില്ലല്ലോടാ. ആലോചിക്കാതെ ഇറങ്ങി വാ, പണിയാണെന്നാ തോന്നുന്നേ. എടാ, ഇതിന്റെ അടിയിൽ കിടന്നൊരു പണിയെ നിനക്ക് കാണാൻ വയ്യേ? നിന്റെ കണ്ണാ തന്നെ കുരുവാണോ? പോലീസ് കീലീച്ച് നമ്മുടെ വണ്ടി അതാ ദോ ആ കിടക്കുന്നതാണേ. അത് പോലീസ് ജീപ്പല്ലേ? സാറ് കാക്കയില്ലാത്തോണ്ട് എനിക്ക് മനസ്സിലായില്ല. അത് പണിയാണോ സാറേ? അതേടാ, അത് നിനക്കൊട്ടൊരു പണിയാ. ജോഷി, അവനെ കൊണ്ടുപോവാ. മത്തുബേബിയോ? ഇവനെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഇവൻ കൊണ്ടുവന്ന വണ്ടി എവിടെടാ? ഏത് വണ്ടിയാ സാറേ? എടാ, സ്പിരിറ്റ് കിടത്തി വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പണം നല്ലവും പറഞ്ഞത്. അയ്യോ, ഇവൻ വണ്ടി കൊണ്ട് സമയപ്പെടാടാ. ആരൊക്കെടാ വണ്ടിയിലുണ്ടായിരുന്നോ? നിനക്കെന്താടാ സ്പിരിറ്റ് കിടത്തുമായിട്ട് ബന്ധം? എന്റെ പൊന്ന് സാറേ, ഈ ദ്രോഹിയായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടി കൊണ്ട് ഈ വർക്ക്ഷോപ്പിൽ വരും, പണിയിപ്പിച്ചിട്ട് അങ്ങ് പോകും. വർക്ക്ഷോപ്പിൽ വരുന്നോണ്ട് എന്തിനാ സാറേ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല സാറേ. നിനക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല? ഇല്ല സാറേ. സത്യം പറഞ്ഞോളണം. തിങ്കളാഴ്ച രാവിലെ ഒരു 11 മണി, അതാ സമയം. ഇവന്റെ കൂടെ പക്ഷേ ആരും ഇല്ലായിരുന്നു സാറേ. ദേ, ഇവന്റെ വണ്ടി വരെ പണിതിട്ടിരിക്കുക. പണതാലോട്ട് കാശ് നിർത്തില്ല സാറേ. സാറിന് പറ്റുമെങ്കിൽ ആ പണത പൈസ ഒന്ന് മേടിച്ചു തരാമോ? പിന്നെ എന്തിനാടാ ഇവനോട് സ്പിരിറ്റ് ഇറക്കിയത്? പിന്നെ ഒരു അല്പം എനിക്ക് അവൻ മണപ്പിക്കാൻ തന്നുള്ള നേരാ. ഇടയ്ക്കിടയ്ക്ക് അവനെ എനിക്ക് മണപ്പിക്കാൻ തരുന്നതുവാ, ഞാൻ മണപ്പിക്കുകയും ചെയ്യും. അതിപ്പോ കാലിനാണെങ്കിലും സന്തോഷത്തോടു കൂടി തരുമ്പം എങ്ങനെയാ സാറേ വേണ്ടത് പറയുന്നത്? പോരാത്തതിനന്ന് 1-ാം തീയതി കൂടെ ആയിരുന്നേ. മതി മതി, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നു. അയ്യോ സാറേ, ചതിക്കല്, പണിയുണ്ട്. പണി തരാൻ പറ്റും ഞാൻ നോക്കാം. നീ ഒരു മണ്ണാങ്കട്ടം പറയണ്ട, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്ന് കേറണം. വണ്ടിയുടെ ജനിയന്റി, ബേബി ചാന്റെ കാര്യം അറിഞ്ഞോ? ഇല്ല. ഇല്ലേ? ലെന ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല, എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോയതാ. മിട്ടു പറയാൻ വന്നത് എന്താന്ന് വെച്ചാ പറ. അത് ബേബി ചാൻ ഒരു വണ്ടി പണിയാൻ തന്നിരുന്നു. അതിപ്പോ പോലീസുകാർ ബേബി ചാനെയും കൂട്ടി വന്ന് വണ്ടി കൊണ്ടുപോയി. കൂടെ നമ്മുടെ ആശാനെയും കൊണ്ടുപോയി. വണ്ടി എന്തോ റെന്റിനെടുത്തിട്ട് സ്പിരിറ്റോ മറ്റോ കടത്തിന്നാ പോലീസുകാർ പറയുന്നത്. അതിനിപ്പോ ഞാനെന്ത് വേണം? രണ്ടാളും ചെന്ന് ഇറക്കി കൊണ്ടുവരണോ? അയാൾ നന്നാവില്ലെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്ന ആളാ. നാടിനും വീടിനും കൊള്ളാത്ത ഇത്ര വൃത്തികെട്ടവൻ. അല്ല, നിന്റെ ആശാൻ ഇത് എന്തിന്റെ കേടാ? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി മടുത്തു കുഞ്ഞെ. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് കേൾക്കാം മത്തി ബേബിയുടെ ഭാര്യയും മകളും പരലോകത്തെത്തിയത്. നിന്റെ ആശാൻ പോയി തൂങ്ങട്ടെ. അയാളെ വർക്ക്ഷോപ്പിൽ കയറ്റരുതെന്ന് എത്രയോ തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു. ഒടുവിൽ നിങ്ങൾക്ക് തന്നെ അയാൾ അന്തകനാവും. നോക്കിക്കോ. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ടാ ഞാൻ ഇത്രയും ക്ഷമിച്ചത്. ഇനി എന്റെ മോളുടെയും ദേഹത്തെങ്ങാനും കൈവച്ചാൽ അയാളെ വെട്ടി ഞാൻ 2 തുണ്ടമാക്കും. മാടി. കേറാൻ എന്നെ എളുപ്പമായിരുന്നു, ഇറങ്ങാൻ എന്നാ പാടാ. പോവാണോ? എഞ്ചിനീയറെ, നിന്നെ തന്നെയാടാ. ഇങ്ങോട്ട് പാടാ. എടാ, നിനക്ക് വല്ല കാര്യമുണ്ട് ആ പെണ്ണുമ്പിള്ളയുടെ വായിരിക്കുന്ന കേൾക്കാനായിട്ട്? ഓ, കഷ്ടം. ഒന്ന് വെറുതെ ഇരിക്കുവാ പേട്ടാ. നന്നായി പഠിക്കുന്ന കുട്ടിയാ. എന്റെ പെങ്ങളുടെ ക്ലാസ്മേറ്റാ. 10ാം ക്ലാസ്സിൽ 95% മാർക്കുണ്ടായിരുന്നു. അല്ല, നീ ഇത് ആരുടെ കാര്യ പറയുന്നേ? തള്ളയുടെ ആണോ അതോ മോടെയാണോ? ആരുടെ ആയിരിക്കും? അതെനിക്കറിയാൻ പാടില്ലാത്തോണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. അത് മനസ്സിലായില്ലെങ്കിലേ പപ്പേട്ടാ, നിങ്ങൾ എന്നെ അങ്ങനെ അങ്ങ് ആക്കണ്ട കേട്ടോ. ഞാൻ അങ്ങനെ ആക്കുന്നില്ല. മോനിയോട്ട് വന്നേ. ദോ ആ സൂര്യൻ കണ്ടോ? ആ സൂര്യൻ തെളിഞ്ഞെങ്കിലേ
സാഗരത്തിന് ഇത്രയ്ക്കും ചന്തം ഉണ്ടാവും. മനസ്സിലായി മോനെ. ഓ തുടങ്ങി പപ്പേട്ടന്റെ ഒടുക്കലത്തെ ഒരു സാഹിത്യം. ഓക്കെ, നിനക്ക് സാഹിത്യം ഇഷ്ടമില്ലെങ്കിൽ ഞാനത് പറയുന്നില്ല. പക്ഷെ ഇനി പറയാൻ പോകുന്നത് സാഹിത്യമല്ല. നമ്മുടെ ആശാനെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഒന്ന് വിളിച്ചു ചോദിക്കാന്നുള്ള മര്യാദ നമുക്കുണ്ടല്ലോ. അതുണ്ട്. ആ ദോ കിടക്കുന്ന ഇന്ത്യക്ക കാറില്ലേ, ആ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൊടുക്കണ്ട. അത് നീ ഒന്ന് പണിയാൻ നോക്കിയേ. ശരി, നോക്കാം. ആശാന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.